ഇപ്പോൾ അല്ല, കണ്ടെയ്ൻമെന്റ് സോണിൽ മുൻമന്ത്രിയും CPM നേതാവുമായ മുഹമ്മദ് റിയാസ് 2-3 ആളെ അവർക്കൊപ്പം ഇരുന്ന് MLA ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾ പറയും മുമ്പ് അങ്ങനെയല്ലേ ചെയ്യല്? ജനങ്ങൾ ആശങ്കകളോട് രാവിലെ വിളിച്ചുകൊണ്ടാണല്ലോ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ട് വിളിക്കണമെന്നാണ്. അതിലെന്താ തെറ്റുള്ളത്? നമ്മൾ ഇന്ന് വരെ ഇതിനൊന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അവർ ആലോചിച്ചിട്ട് പറയാന്ന് പറയുന്നത്. ഇന്നലെയും സമ്മതിച്ചില്ല, ഇന്നും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? അല്ല, അത് അതിലൊരു മറുപടി ഇട്ടട്ടെ. ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇല്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട്. കോഴിക്കോട് നിപ്പ കൺട്രോൾ റൂമിന് മുന്നിലാണ് പ്രതിഷേധവുമായി ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഉള്ളത്. അവിടേക്ക് ആ കൺട്രോൾ റൂമിലേക്ക് കയറാൻ പാടില്ല MLA എന്ന നിർദ്ദേശത്തെ തുടർന്നാണ് പ്രതിഷേധം. അത് മനസ്സിലാവുന്നില്ല. കാരണം ഇതിപ്പോൾ എല്ലാവരും ഇരുന്നിട്ടല്ലേ, നമ്മൾ ഒറ്റക്കൊന്നല്ലേ വിളിക്കുക. അതും ആത്മവിശ്വാസം നൽകുന്ന വർത്താനല്ലേ നമ്മളും പറയൂ. വേറെ എന്തെങ്കിലും പറയൂ? സർക്കാർ ആരോഗ്യവകുപ്പും പറയുന്ന കാര്യങ്ങൾ കർശനമായി പാലിക്കണം. നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഇത് പറയാനുള്ള ഒരു അവകാശം ഒരു സർക്കാർ കൺട്രോൾ റൂമിൽ അവിടെ ഇരിക്കുന്നുകൊണ്ട് പറയാൻ ഒരു MLAക്ക് അവകാശമില്ലേ? സ്വാഭാവികമായിട്ട് ഉള്ളൊരു പ്രശ്നമല്ലേ? കോഴിക്കോട് നിപ്പ കൺട്രോൾ റൂമിന് മുന്നിൽ CPIM നേതാവ് മുഹമ്മദ് റിയാസ് പ്രതിഷേധിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നു. ദീപക് ധർമ്മടം, മുഹമ്മദ് റിയാസിന്റെ പ്രതിഷേധം അവിടെ തുടരുകയാണല്ലോ. കൺട്രോൾ റൂമിലേക്ക് MLA പ്രവേശിക്കേണ്ട എന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥരാണോ നൽകിയത്, അതോ രാഷ്ട്രീയ തലത്തിൽ നിന്നുള്ള നിർദ്ദേശമാണോ? ജയ, ഇതിൽ ദിലീപ് കുമാർ നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ എന്നാൽ കണ്ടെയ്ൻമെൻറ്റ് സോൺ വേണ്ടെന്ന നിലപാടിൽ സർക്കാർ എത്തി. ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോൺ മേഖലയിലുള്ളവരുമായി സംസാരിക്കണം എന്ന ആവശ്യവുമായാണ് കൺട്രോൾ റൂമിലേക്ക് MLA എത്തിയത്, സ്ഥലം MLA എത്തിയത്. പക്ഷേ സ്ഥലം MLAയോട് അവിടത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്ന നിലപാട് ഉദ്യോഗസ്ഥരെത്തി. ഇതാ ഇപ്പോൾ കലക്ടറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എല്ലാ തവണയും കൺട്രോൾ റൂമിലിരുന്ന് ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി പറയും. അതായത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ആരോഗ്യവകുപ്പിനോടൊപ്പം കർശന നിർദ്ദേശങ്ങൾ പാലിച്ചു പോകണമെന്ന് പറയാനാണല്ലോ ജനപ്രതിനിധികൾ തയ്യാറാവുന്നത്. അതിനാണല്ലോ വരുന്നത്. അത് ഒരു 2 ഫോൺ വിളിക്കുന്നത് കേട്ടുകൊണ്ട് MLAക്ക് അതിൽ അഭിപ്രായം പറയരുത് എന്ന് നിലപാട് മോളിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഞാനതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്, എനിക്ക് ഇതിലൊരു മറുപടി കിട്ടണം. അല്ല, അതൊന്നും എനിക്ക് വേണ്ട. കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ളവരെ കാര്യം ഞാൻ പറഞ്ഞത്. പേഷ്യൻറ്റിനൊന്നും വിളിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള അപ്പം കഴിഞ്ഞ തവണയൊക്കെ ചെയ്തത് തെറ്റാണോ? കണ്ടെയ്ൻമെൻറ്റ് സോണിലിരുന്ന് ആളുകളെ വിളിച്ച് സംസാരിച്ച് ആത്മവിശ്വാസം നൽകുന്ന തെറ്റാണോ അവിടുത്തെ നാട്ടിലെ ജനങ്ങളെ? അല്ല, കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്നുള്ള പ്രഖ്യാപിക്കാത്തതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്, അതാ പറഞ്ഞത്. അല്ല, ഞാനിപ്പോൾ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ കൺട്രോൾ റൂമിലെ നിങ്ങൾ ഈ രോഗം പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തനത്തിൽ ഒരു MLAക്ക് ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഒരാളെ പോലും വിളിക്കാൻ അപ്പം സാധാരണ കഴിഞ്ഞ തവണയൊക്കെ ചെയ്യാറുണ്ടല്ലോ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് ജനപ്രതിനിധി നോക്കാൻ ചെയ്യാറുണ്ടല്ലോ. അല്ല, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് ഇരിക്കുകയല്ല, അപ്പം എന്ത് ചെയ്യാം? ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം. ഞാൻ 1-2 ആളെ വിളിച്ച് നിങ്ങൾക്ക് ധൈര്യത്തിൽ നിൽക്കണം, സർക്കാർ കൂടെയുണ്ട്, ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കണമെന്ന് പറയുന്നത് ഗുണമല്ലേ? ഈ സംവിധാനത്തിന് ഗുണമല്ലേ? അല്ല, തിരിച്ചല്ലല്ലോ പറയുന്നത്. ഇതെന്തിനാ മറച്ചു വെക്കുന്നത്? അല്ല, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ. എന്താണ് ഇപ്പോൾ കലക്ടർ പറയുന്നത്? അല്ല, കലക്ടർ പറയുന്ന ആരോഗ്യ വകുപ്പിൽ നിന്നും അങ്ങനെ വേണ്ടതില്ല എന്ന് പറഞ്ഞു വന്നു. ഞാനിതിൽ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക നിങ്ങളോട്. ഇത് സുതാര്യമാണല്ലോ, ഇത് രോഗിയെ വിളിക്കലല്ല.
രോഗിയെ വിളിച്ചിട്ട് പറയാൻ ഞാൻ ആരോഗ്യ വിദഗ്ധനൊന്നല്ല. ഒരു ജനപ്രതിനിധിക്ക് ഒരു സാമൂഹിക പ്രവർത്തനം ആകെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സംവിധാനത്തിന് ധൈര്യം കൊടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.